കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തേങ്ങാപ്പാലൊഴിച്ച ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ഉള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളകും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 തക്കാളി നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടിരുന്ന് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതാണ് എടുത്തത്. ഇതിൽ കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എരിവും ഇതിലുണ്ടാവും. ഇത് ഒന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല അതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഞാനൊരു 3/4 കിലോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമായ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ചിക്കനിൽ വെള്ളം വന്നിട്ട് അത് വെന്തോളും. എന്നാലും കുറച്ച് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ അത് ലൂസായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തുറക്കാം. ചിക്കനെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യത്തിന് നമുക്ക് ഗ്രേവി എത്രയാണ് ആവശ്യം അതിന് കണക്കായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും, കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. ഇത് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് കുറച്ച് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ്, ഉപ്പ് ഇതെല്ലാം ഇപ്പം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആദ്യം തന്നെ എടുത്ത ഒരു പാലുണ്ട്, തലപ്പാൽ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മിനിറ്റോളം ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി, അധികം തിളക്കണ്ട. എന്നിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു കറിയാണ്, വളരെ ടേസ്റ്റും ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്.